നമസ്തേ. ശ്രീ വിശ്വനാഥൻ ഗുരുകുലം മായങ്കാവ് ദേവസ്ഥാന കളരി അദ്ദേഹം രചിച്ച ശ്രീമദ് വിഷ്ണുമായ പുണ്യപുരാണം എന്ന ഗ്രന്ഥത്തിലെ അധ്യായം 2 ചെറുമാര്യൻ പോത്ത് സ്വാമിക്ക് ഏർവാഹനമാകുന്നു എന്ന ഭാഗത്തിന്റെ തുടർച്ച 21-ാം ദിനത്തിൽ കേൾക്കുക. അവന്റെ ഭീമാകാരമായ ശരീരം ആകാശത്തേക്ക് ഉയർന്ന് അമരാവതിയിൽ ചെന്നപ്പോൾ മഹർഷി തൻ്റെ ഉദ്യാനത്തിൽ ഉലാത്തുകയായിരുന്നു. എന്തെന്നില്ലാത്ത ഒരു ചിന്ത തന്നെ അവളെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഭീമാകാരമാകുന്ന സുന്ദര മഹിഷത്തെ കണ്ട മഹർഷി ആക്രോശിച്ചുകൊണ്ട് ചെറുമാര്യൻ്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. നീ ആരാണ്? നിനക്കെങ്ങനെ ഇത്രയും ധൈര്യം വന്നു ഈ കൊട്ടാരത്തിലേക്ക് കടക്കുവാൻ? എന്നെക്കുറിച്ച് നിനക്കറിയില്ലെന്നുണ്ടോ? ചെറുമാര്യൻ പറഞ്ഞു. അല്ലയോ സുന്ദരിയായ മഹർഷി, ഞാൻ ചെറുമാര്യനാണ്. ശ്രീ മഹാമായ കുക്ഷിശാസ്താവിൻ്റെ സേവകനാണ്. ഞാൻ നിന്നെ തേടി തന്നെയാണ് ഈ ദേവലോകത്തേക്ക് വന്നത്. എന്നാൽ ഇത്രയും നേരം ഉദ്യാനത്തിൽ ഉലാത്തുന്ന നിന്റെ സൗന്ദര്യം ഞാൻ ആസ്വദിക്കുകയായിരുന്നു. ആരോടാണ് നീ സംസാരിക്കുന്നതെന്ന് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. തീർച്ചയായും മഹർഷി, കഴിഞ്ഞ ജന്മത്തിൽ നീ ബാക്കി വെച്ച നിന്റെ കാമേച്ഛ മാറ്റുന്നതിനു വേണ്ടി ജന്മം കൊണ്ടവനാണ് ഞാൻ. കഴിഞ്ഞ ജന്മം എൻ്റെ നാമം ദത്തനെന്നായിരുന്നു. എൻ്റെ പ്രിയതമയുടെ നാമം ലീലയെന്നു. ഇത് കേട്ട മഹർഷിയുടെ മനസ്സിൽ ബ്രഹ്മദേവൻ പറഞ്ഞ തൻ്റെ പൂർവ്വകാലം ഓർമ്മ വന്നു. തൻ്റെ പൂർവ്വകാലത്തെപ്പറ്റി മനസ്സിലാക്കിയ മഹർഷി വളരെയധികം സന്തോഷിച്ചു. ഉടൻ തന്നെ മഹർഷി ചെറുമാര്യനെ ആലിംഗനം ചെയ്തു. അല്ലയോ പ്രാണനാഥ, ഞാനാണ് ഈ പ്രപഞ്ചത്തിൽ വെച്ച് ഏറ്റവും ഭാഗ്യവതി. സ്വയം പുകഴ്ത്തിക്കൊണ്ട് മഹർഷി തുടർന്നു. ഭൂമിയും സ്വർഗവും പാതാളവും ഞാൻ കീഴടക്കിയത് അവിടത്തേക്ക് അറിയില്ലേ? നാഥ, അമരാവതിയും എൻ്റെ അധീനതയിലാണ്. ദേവന്മാരെല്ലാം ഇപ്പോഴെൻ്റെ ഇംഗിതവർത്തികളാണ്. അവിടത്തേക്ക് ഇതിനു മുമ്പും എന്നെപ്പറ്റി കേട്ടുകേൾവിയൊന്നും ഉണ്ടായില്ലേ? എന്നിട്ടും എന്തേ നാഥ അങ്ങ് ഇത്രയധികം താമസിച്ചത് എൻ്റെ അരികിലേക്ക് വരുവാൻ? അപ്പോൾ ചെറുമാര്യൻ പറഞ്ഞു. മായയാകുന്ന പ്രകൃതിക്ക് ഒരു നിയമമില്ലേ? ആ സമയമായ കാലമാണ് നമ്മൾ വീണ്ടും ഒന്നിപ്പിച്ചത്. ആ മായാസ്വരൂപന് മാത്രമേ നമ്മളെ ഒന്നിപ്പിക്കാൻ കഴിയുകയുള്ളൂ പ്രിയേ. പെട്ടെന്ന് തന്നെ മഹർഷിയിലെ അഹങ്കാരം കൊമ്പ് മുളച്ചു. എനിക്ക് കഴിയാത്ത ഒന്നും ഈ ഭൂമിയിൽ ഉണ്ടെന്നോ? ത്രിമൂർത്തികൾ പോലും എൻ്റെ നേർക്ക് വരുവാൻ ഭയപ്പെടുന്നു. എന്നിട്ടാണോ പ്രാണനാഥ എനിക്ക് ഈ പ്രപഞ്ചത്തിൽ ചെയ്യാൻ കഴിയാത്തതുണ്ടെന്ന് അവിടുന്ന് പറയുന്നത്? അഹങ്കാരം തലയ്ക്ക് പിടിച്ച മഹർഷിയോട് ഇനി എന്തു തന്നെ പറഞ്ഞാലും കാര്യമില്ലെന്ന് ചെറുമാര്യന് അറിയാമായിരുന്നു. അതിനാൽ ആ വിഷയത്തിൽ നിന്നും തന്നെ ചെറുമാര്യൻ മഹർഷിയുടെ ശ്രദ്ധ മാറ്റി. പ്രിയേ, എന്തിന് ആവശ്യമില്ലാത്ത ജൽപ്പനങ്ങൾ? വളരെ ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തിയതിനാൽ എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നുന്നു. അത് കേട്ട് മഹർഷി ചെറുമാര്യന് വിശ്രമിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. അങ്ങനെ ഒരുപാട് നാൾ അമരാവതിയിൽ അവർ സന്തോഷപൂർവ്വം കഴിഞ്ഞു. നന്ദി, നമസ്കാരം. തുടർന്ന് കേൾക്കുക.